For latest news, subscribe our channel and press the bell icon to never miss any news. വൺ ഇന്ത്യയുടെ എല്ലാ പ്രേക്ഷകർക്കും റമദാൻ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. നോമ്പുകാലത്തെ ഭക്ഷണ രീതികളെ പറ്റിയാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. ഇന്നത്തെ നോമ്പുകാലം എന്ന് വെച്ചാൽ ഏറ്റവും സുഭിക്ഷമായ ഭക്ഷണം കഴിക്കുന്ന കാലമായി മാറിയിരിക്കുകയാണ്. പകൽ ഭക്ഷണമോ വെള്ളമോ ഒന്നും കഴിക്കാതെ സന്ധ്യ മുതൽ ഒരു വാശിക്ക് എല്ലാം തിന്ന് കടം വീട്ടുന്ന സ്വഭാവം ആരോഗ്യമുള്ള നോമ്പെന്ന സങ്കല്പത്തെ തന്നെ ഇല്ലാതാക്കുന്നതാണ്. ആരോഗ്യമുള്ള നോമ്പിന് ഇഫ്താറിന് ശേഷമുള്ള ഭക്ഷണക്രമത്തിൽ വലിയൊരു പങ്കുണ്ട്. നോമ്പ് തുറക്കൽ അല്ലെങ്കിൽ ഇഫ്താർ എപ്പോഴും ശുദ്ധജലവും ഈന്തപ്പഴവും ഉപയോഗിച്ചാവുന്നതാണ് ഏറ്റവും നല്ലത്. മറ്റൊന്നിന്റെ ആവശ്യം ഇഫ്താർ സമയത്തില്ല. എന്നാൽ വെള്ളം തൃപ്തികരമായ അളവിൽ കുടിക്കണം. പലരും ഇഫ്താർ തിന്ന് തീർക്കുകയാണ് പതിവ്. മുന്നിലുള്ള വിഭവങ്ങളെല്ലാം ഒരു വാശിക്ക് തിന്നു തീർക്കുമ്പോൾ ശരീരത്തിനുണ്ടാവുന്ന ക്ഷീണത്തെക്കുറിച്ച് യാതൊന്നും ആലോചിക്കാറില്ല എന്നുള്ളതാണ് സത്യം. ഭൂരിഭാഗം പേരും നോമ്പുതുറ സമയത്ത് പഴങ്ങൾ കഴിക്കുന്നതാണ്. എന്നാൽ ഇഫ്താർ സമയത്ത് പഴങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇഫ്താർ കഴിഞ്ഞ പ്രാർത്ഥനാ ശീലമുള്ളവർ പ്രാർത്ഥന കഴിഞ്ഞ ശേഷം ഇഷ്ടമുള്ളത് കഴിക്കാം. പക്ഷെ അതും അമിതമാകാൻ പാടില്ല. പൊരി വിഭവങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുന്നതാണ് നല്ലത്. പ്രാർത്ഥനയ്ക്ക് ശേഷമുള്ള സമയം പഴങ്ങളും കഴിക്കാവുന്നതാണ്. മാംസാഹാരം കഴിക്കുന്നതിൽ പ്രത്യേകിച്ച് വിലക്കൊന്നുമില്ല, പക്ഷെ അമിതമാകരുത് എന്ന് മാത്രം. ബിരിയാണി പോലുള്ളത് നോമ്പുതുറയിലെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നോമ്പുകാരും ഭക്ഷണം കഴിച്ചാൽ പിന്നെ ഭയങ്കര ക്ഷീണത്തിലായിരിക്കും. അമിതമായ തീറ്റ കാരണം അകത്തേക്ക് പോയ ഭക്ഷണങ്ങൾ ദഹിപ്പിക്കാൻ ആമാശയം ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് ഊർജം കടം വാങ്ങും. ഇത്തരത്തിൽ കൈയിന്റെയും കാലിന്റെയും ഊർജം കടം വാങ്ങുന്നതോടെ ആ അവയവങ്ങൾ അടങ്ങി ഒതുങ്ങി ഒരു ഭാഗത്തിരിക്കും. അമിതമായി ഭക്ഷണം കഴിച്ചവർക്ക് കൈകാലുകൾ അനക്കാൻ പോലും കഴിയാതെ തല പൊങ്ങാതെ ഒരു ഭാഗത്ത് കിടക്കും. നോമ്പെടുക്കുമ്പോൾ ഇല്ലാത്ത ക്ഷീണമാണ് മിക്ക ആളുകൾക്കും ഇഫ്താർ കഴിഞ്ഞാൽ. ഇഫ്താർ സമയത്തുള്ള ഭക്ഷണം മരുന്ന് കഞ്ഞി മാത്രമാക്കുന്നതായാൽ ഗംഭീരമാകും. ദഹനത്തിനും ക്ഷീണം മാറാനും ഏറ്റവും ഉപകാരപ്രദം ഇതാണ്. നോമ്പുതുറയിലെ പ്രധാന ഭക്ഷണം കഴിഞ്ഞ് തറാവിയ പോലുള്ള പ്രാർത്ഥനകളും കഴിഞ്ഞ ശേഷം വീണ്ടും ഭക്ഷണം കഴിക്കുന്നവരാണ് ഭൂരിഭാഗം പേരും. മലബാർ ഭാഗത്ത് ഇതിനെ മുത്താഴം എന്നാണ് പേര് പറയുന്നത്. നോമ്പു തുറയ്ക്ക് മരുന്ന് കഞ്ഞി മാത്രം കുടിച്ചവർ ഈ സമയത്ത് അല്പം കൂടി കഞ്ഞി കുടിക്കുന്നതിൽ തെറ്റില്ല. എന്നാൽ ഇത് വേണ്ടെന്നാണ് വിദഗ്ധ അഭിപ്രായം. ഇടയത്താഴം അല്ലെങ്കിൽ അത്താഴം വെളുപ്പിന് 3 മണിക്ക് ശേഷം മാത്രമേ കഴിക്കാവൂ. അമിതമാവാതെ കഴിക്കുകയും വേണം. വൈകുന്നേരം വരെ വിശക്കാതിരിക്കാൻ പരമാവധി കഴിക്കുന്നവരുണ്ട്. അത് ആരോഗ്യകരമല്ല. നേരത്തെ പറഞ്ഞ രീതിയിൽ നോമ്പുതുറ നടത്തിയ ഒരാൾക്ക് ഈ സമയത്ത് ഉറപ്പായും വിശക്കും. ചിലർ അത്താഴം കഴിക്കാതിരിക്കുന്നത് കാണാം. അത്താഴത്തിന് ഒരു ഗ്ലാസ് പച്ചവെള്ളമെങ്കിലും കുടിക്കേണ്ടത് അത്യാവശ്യമാണ്. അത്താഴം പൂർണ്ണമായും ഒഴിവാക്കുന്നത് തീരെ നല്ലതല്ല. ഈ പറഞ്ഞ ഭക്ഷണ രീതി 1 മാസം നിങ്ങൾ പിന്തുടർന്നാൽ നല്ല മാറ്റം അനുഭവിക്കാനാകും. ഭക്ഷണം കൊണ്ടല്ല നാം ജീവിക്കുന്നത്, മറിച്ച് ജീവനുള്ളത് കൊണ്ടാണെന്ന് തിരിച്ചറിയും. നോമ്പ് ഒരു ആനന്ദമാണ്, ത്യാഗമല്ല, സാഹസികവുമല്ല. ഭക്ഷണം കഴിച്ചാണ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നത് എന്ന ബാലപാഠവും ഓർമ്മിക്കുക. കൂടുതൽ റമദാൻ വിശേഷങ്ങളുമായി വീണ്ടും അടുത്ത ആഴ്ച. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വൺ ഇന്ത്യ മലയാളം.